ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും. ഇന്ന് വേടനെ ചോദ്യം ചെയ്യുന്ന ദിവസമാണ്. കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു. 2021 മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു യുവതിയുടെ പരാതിയിലാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. പറയൂ അമൽ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വേടനെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തുടർച്ചയായിട്ട് പല പരാതികൾ വന്നു. ഇപ്പോൾ തൃക്കാക്കര പോലീസിൽ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. തുടർന്ന് വേടൻ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒളിവിൽ ഇരിക്കെ തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു. ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വേടൻ ഹാജരാകാനിരിക്കുന്നത്. വേടൻ ഹാജരായാൽ അറസ്റ്റ് ചെയ്താലും പിന്നീട് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷവും അറസ്റ്റ് ചെയ്ത് വിടുവാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ വേടനെതിരെ ഇപ്പോൾ തൃക്കാക്കരയിലുള്ള പരാതിയിൽ മാത്രമാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ FIR ഇടാതെ പരാതിയായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മറ്റു പരാതികളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തടക്കം വേടനെതിരെ പരാതി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലൊരു രഹസ്യ സ്വഭാവം ആ പരാതിയിൽ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു FIR ആ ഒരു പരാതിയിൽ ഇട്ടാൽ ഒരു പക്ഷേ വേടൻ അത് കുരുക്കാവുന്ന സാഹചര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഇന്നലെ കോന്നിയിൽ വെച്ച് നടന്ന സംഗീത പരിപാടിയിൽ വേടൻ പങ്കെടുക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് താൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല എന്നൊരു പ്രതികരണവും വേടന്റെ ഭാഗത്തുനിന്ന് വരികയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാനിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.